നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന തമ്പി സാറും വിശിഷ്ട അതിഥികളും പിന്നെ ഭക്തജനങ്ങളും ഭാരതീയ കൂട്ടായ്മയുടെ മെമ്പേഴ്സിനും എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനു വലിയ പരിശീലനം എനിക്കില്ല. തെറ്റുകളൊക്കെ തെറ്റും വാക്കുകളിൽ എല്ലാറ്റിലും ക്ഷമ ആദ്യം തന്നെ ചോദിക്കുന്നു. കൈകുപ്പിയെ എല്ലാവർക്കും നമസ്കാരം. എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് ആദ്യമായിട്ട് നമ്മളെ ഇതുവരെ എത്തിച്ച നമ്മുടെ കാരണവന്മാരെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാവരെയും സമൂഹത്തിൽ നിന്ന് നമ്മെ വിട്ടു പിരിഞ്ഞുപോയ എല്ലാവരെയും ഒരു നിമിഷമെങ്കിലും നമുക്ക് ഓർക്കാം. മൗന പ്രാർത്ഥന ആദ്യമായിട്ട്. നന്ദി. ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. വളരെ ലഘൂകരിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതായിരിക്കും. പിന്നെ വിളക്കുപുറത്ത് ചടങ്ങ്, പിന്നെ ഈശ്വര പ്രാർത്ഥന, പിന്നെ ഒരു വെൽക്കം അഡ്രസ്, പിന്നെ ഭാരതീയം ഇതുവരെ എന്നതിനെ കുറിച്ചിട്ടുള്ള 2 മിനിറ്റ്, പിന്നെ ഭാരതീയം മുന്നോട്ട് എന്നതിനെ കുറിച്ചിട്ട്. അതിനുശേഷം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന തമ്പി സാറിന്റെ സ്പീച്ചാണ്. പിന്നെ അതിനുശേഷം ഒരു PhD മാഗസിൻ ലോഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലാകാരന്മാരായ കുട്ടികൾക്ക് ഒരു ഫെലിസിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനിയർ സിറ്റിസൺ ഒരു ഫെലിസിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേർഡ് ഓഫ് താങ്ക്സ്, പിന്നെ വളരെ ചുരുക്കത്തിലുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാം. ഇത്രയും മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഭാരതീയം എന്തെന്ന് ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് പുതുതായിട്ട് വന്ന കുറച്ച് പേരുണ്ട്. തമ്പി സാറിന്റെ എല്ലാവരും ഉണ്ട്. അതിനെ കുറിച്ചിട്ട് 2 മിനിറ്റ് മാത്രം. ഇത് എങ്ങനെ തുടങ്ങി, ആരൊക്കെ തുടങ്ങി, എന്തിനു വേണ്ടി തുടങ്ങി എന്ന 3 ഭാഗം. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ പോകുന്നു, പിന്നീട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് പിന്നീടുള്ള ഭാഗം. ഇത് ഒരാളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആഴമായ ഒരു ചിന്തനയാണ്. നമ്മളുടെ കുടുംബങ്ങളിലും നമ്മുടെ ഓരോ വ്യക്തികളിലും നമ്മുടെ സമൂഹങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെ ആസ്പദമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഴമായിട്ടുള്ള ചിന്തനയാണ് ഇന്ന് ഈ ഭാരതീയം 5ാം വർഷത്തിലേക്ക് എത്തിക്കാനുള്ള കാരണമുണ്ട്. ആരെങ്കിലും ഒരാൾ അതിനായിട്ട് ഉതരണം എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ചിന്തകൾ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം എന്നൊരു ഉറച്ച തീരുമാനം കൂടി അദ്ദേഹം എടുക്കേണ്ടായി. ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും നമ്മുടെ കുട്ടികളിലും വരും തലമുറകളിലും ഒക്കെ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളും അവരുടെ അറിവില്ലായ്മയും ഒരുപക്ഷെ നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിയാതെ പോയതിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ആസ്പദമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളും എല്ലാം തന്നെ. അങ്ങനെ അദ്ദേഹം, എന്നാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് ആദ്യം നമ്മളാൽ ഒരു പ്രാവർത്തികമാക്കിയിട്ട് തെളിയിച്ചു കൊടുത്തിട്ട് വേണം നമ്മളൊരു പ്രസ്ഥാനത്തിനെ കുറിച്ച് പോലും ആലോചിക്കാൻ എന്നത് ഒരു ശരിയായ ഒരു വാക്യമാണ്. അത് ചെയ്തിട്ടുണ്ട് എന്ന് അതിന്റെ സാക്ഷികളാണ് അദ്ദേഹത്തിന്റെ കൂടെ യോഗ ചെയ്തിട്ടുള്ള ശിഷ്യന്മാരായ ഞങ്ങളൊക്കെ. അതിനുശേഷം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ച്, എന്നാൽ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കുറച്ചു പേര് വേണം, എന്നാൽ മാത്രമേ ഇതൊരു വലിയൊരു പ്രസ്ഥാനമാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. ആഴമായ ചിന്തയിലൂടെയാണ് എല്ലാം ഉണ്ടാകുന്നത്. പ്രസ്താവനകളാവട്ടെ, പുസ്തകങ്ങളാവട്ടെ, ഒരു പ്രസ്ഥാനമാകട്ടെ, അതിന്റെ ആശയങ്ങളാകട്ടെ, പിന്നീട് പ്രിയമാകുന്നത് എല്ലാം തന്നെ. അത് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്
ഈ 5-ാം വർഷം നമ്മളെ തെളിയിക്കുന്നതെന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. അദ്ദേഹം ഇത് തുടങ്ങിയ വർഷം ഞാൻ പറയുകയാണ്, അതായത് സെപ്റ്റംബർ 20 2020 വെച്ച് ഒരു പാർക്കിൽ വെച്ചിട്ടാണ് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് എന്നതാണ്. എന്നാൽ അതിന്റെ 3-4 വർഷം മുമ്പ് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് പ്രവർത്തിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു, പലരുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ആ വർഷത്തിൽ കുറച്ചൊരു തീരുമാനത്തോടുകൂടി കൂട്ടുനിൽക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ ബിജുകുമാർ എന്ന വ്യക്തിയും കൂടി, ആദ്യം അദ്ദേഹത്തിന്റെ പേര് തന്നെ ഞാൻ പറയാം, എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേരോട് ചേർന്നിട്ട് അവര് വേറെ 6 പേരോട് ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു എന്നതാണ്. അങ്ങനെ 8 പേര് ചേർന്നിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഭാരതീയം എന്ന് പറയുന്നത്. ഇതിന്റെ ആശയങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അല്ലെ എല്ലാം നിങ്ങൾക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട്, എങ്കിലും ഞാൻ ഏതാനും വിവരങ്ങൾ ഞാൻ പറയാം. ദൈനംദിന നമ്മളുമായിട്ട് ചെയ്ത് കൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ, ഹൈന്ദവരായിട്ടുള്ള നമ്മുടെ ഐക്യത്തെ കുറിച്ചിട്ട് നമ്മൾ തമ്മിൽ തന്നെ അങ്ങനെയും സഹായിച്ചും എല്ലാ തരത്തിലും നമ്മൾ ആരെയും, ചെറിയ കുട്ടിയായാലും ശരി, വളരെ പ്രായം ചെന്നവരായാലും വേറെയല്ല, നമ്മളെ അവരെ ചേർത്തുകൊണ്ട് തന്നെ പോകണം എന്ന ആശയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഭാരതീയ കൂട്ടായ്മ അത് ഓരോ വ്യക്തിക്കായാലും കുടുംബങ്ങൾക്കായാലും സമൂഹത്തിനായാലും അമ്പലങ്ങൾക്കായാലും ചെയ്തു കൊടുക്കണമെന്നുള്ള നിശ്ചയമാണ് ഈ ആശയങ്ങൾ. ഈ ആശയങ്ങളുടെ കൂടെ നമ്മുടെ ചരിത്രങ്ങളെ കുറിച്ച് അറിയണമെന്നും നമ്മുടെ ഓരോ അമ്പലങ്ങളെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആശയം കൂടി അതിൽ എഴുതി ചേർക്കപ്പെട്ടു. ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ല, ഇതിന് വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് തന്നെ വേണ്ടി വരുന്നു. ഈ 8 പേരിലും വളരെ പ്രഗത്ഭരാണ് എല്ലാവരും. പലരും ഇന്ന് ഒരുപക്ഷെ ഇതിന്റെ തുടക്കം കുറിച്ച, ഈ ആശയങ്ങളുടെ തുടക്കം കുറിച്ച ഷായ്ശ്യാം എന്ന് നമ്മുടെ ഇടയിലില്ല. അദ്ദേഹം പാലക്കാട് ITയിലെ CEO ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതുകൂടാതെ മറ്റുള്ളവരെല്ലാവരും പലതരത്തിലുള്ള MNCകളിലും ബിസിനസ്സിലും ഏർപ്പെട്ടവരാണ്. അതിൽ നിന്ന് സമയം കണ്ടെത്തിയിട്ടാണ് ഈ ഒരു ഭാരതീയ കൂട്ടായ്മ തുടങ്ങിയത് തന്നെ. നല്ല ആശയത്തോടു കൂടി ഹൈന്ദവ സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് തുടങ്ങിയത്. ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ ജാതി വിവേചനമോ ഇല്ല. ഇത് മനുഷ്യര്, ഹൈന്ദവര്, അവരെ ഉയർത്തേണ്ട കടമ എന്നത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. അതിനപ്പുറമായി ഒന്നും തന്നെ ഇല്ല. ഇത് വേദിയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമാണ് അടുത്തത്. എങ്കിൽ ഞാൻ സ്ഥാപകനായ പ്രിയപ്പെട്ട അനിൽ കുമാർജിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കൈയോടുകൂടി അദ്ദേഹത്തെ കുറിച്ച് പറയാനോ എന്തെങ്കിലും വിവരിക്കാനോ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്നും ഞാൻ ഒന്നും അറിയാത്തൊരു മട്ടില് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം. എന്നാൽ അവരാണ് എല്ലാം അറിയുന്നത്. ഇതിന്റെ കൂടെ താങ്ങും തങ്ങലും എല്ലാമായി ഒരു നല്ല തൂണായി സമൂഹത്തിൽ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന അടുത്ത ബിജുകുമാർജിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഭാരതീയത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഗീതേഷിനെയും കൂട്ടത്തിൽ അതുപോലെ പ്രവർത്തിച്ച ഗിരീഷ്ജിനെയും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നാഗപ്പൻ ചേട്ടനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ തമ്പിസാർ എനിക്ക് ഇമോഷണൽ. ഓക്കെ, തുടക്കം ഇങ്ങനെ പറയാം, ഒരു രാജകുടുംബത്തിലെ വ്യക്തി എന്നതിനപ്പുറമാണ് എല്ലാം. 1900 അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് പക്ഷേ ഫിലിം ഡയറക്ടർ, ആക്ടർ എന്നതിൽ അപ്പുറമായിട്ട് അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് അത്ര കണ്ട് ആർക്കും ഒരു പക്ഷെ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സ്നേഹത്തിന്റെ ശക്തിയെ കുറിച്ചിട്ട്. അദ്ദേഹം വലിയൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അദ്ദേഹം നമ്മുടെ ഹൈന്ദവർക്ക് വേണ്ടി
അങ്ങേയറ്റം എല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഒരുപക്ഷെ ജീവിത ലക്ഷ്യം തന്നെ ഹൈന്ദവരെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. പല വിഷയങ്ങളിലും നമ്മൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വരുന്നത് എൻ്റെ അറിവിൽ രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ പല ഇടങ്ങളിലും നേരിട്ട് കാണാൻ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ് ഇന്നത്തെ ഒരു സവിശേഷത. തുടക്കം കുറിക്കുന്നത് അദ്ദേഹം ഒരു കരിയറായിട്ട് ഫിലിം ഇൻഡസ്ട്രീസിലാണ്. 1988 ഡേവിഡ് ആൻഡ് ഡേവിഡ് എന്ന് പറയുന്ന ഫിലിമോട് കൂടിയിട്ട് ഒട്ടനവധി നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിക്കുകയും അത് സംവിധാനങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞവരുമാണ് നമ്മളായിട്ടുള്ള മലയാളികൾ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തവർ ആരാണ്? എല്ലാവരും ഒരുപോലെ. അദ്ദേഹം കണ്ടാലും ഇഷ്ടം തോന്നും അല്ലേ? അത്രയ്ക്കൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് വിവരിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഏതാനും ചുരുക്കി കൊണ്ടാണ് ഞാൻ വാക്കുകൾ പറയുന്നത്. കാരണം എൻ്റെ കൊലീഗ് അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതൽ വിവരിക്കുന്നുണ്ടാവും. മാത്രമല്ല അയാളുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ. നമുക്ക് അതിന്റെ സത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കുറെ മനസ്സിലാക്കണം. ഹൈന്ദവര് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പിന്നെ നമ്മുടെ ഇവിടേക്ക് വന്ന അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിന്റെ സ്പീച്ചിലൂടെയും നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. ഗോപിക്കാണോ? ഗോപിക്കുണ്ടോ? നമുക്ക് എണീറ്റ് നിന്ന് തമ്പി സാറെ സ്റ്റേജിലേക്ക് കൈയടിച്ച് സ്വീകരിക്കാം. അടുത്തതായി നമുക്ക് വിളക്ക് കൊടുക്കൽ ചടങ്ങാണ്. അതിനെ ഞാൻ തമ്പി സാർ ക്ഷണിക്കുന്നു. കൂട്ടത്തിൽ ബാബു പണിക്കർ സർ, രഘുനാഥ് സർ, രാമേന്ദ്രൻ സർ, പ്രസന്നൻ സർ, പ്രഭാ മേഡം ആൻഡ് പിള്ള സർ, ആക്കി പിള്ള സർ, പ്ലീസ്. ഇത് വീഡിയോ എടുക്കാം. ഇതിൽ വീഡിയോ കിട്ടുന്ന